ഹലോ, വെൽക്കം ടു ലൈഫ് ആൻഡ് ലീഫ് വിത്ത് ശ്രുതി. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെയും ദോശയുടെയും ചോറിൻ്റെയും കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ മസാല റെസിപ്പി കാണാം. ഒരു 5 മീഡിയം സൈസ് പൊട്ടറ്റോൻ്റെ അളവാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം പൊട്ടറ്റോ ഉപ്പിട്ടിട്ട് വേവിച്ച് വെക്കണം. മസാലയ്ക്ക് വേണ്ടി 2 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് ടൊമാറ്റോയും കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഒരു 5 തൊട്ട് ഒരു 6 വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കാവുന്നതാണ്. ഇതിൽ ചേർക്കുന്നതിനായി ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായി 1 ടേബിൾ സ്പൂൺ ജീരകം, മല്ലി, പെരുംജീരകം, ഒരു 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇവയെല്ലാം കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം. ഇതിനായി ഒരു 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കൊരു ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ജീരകവും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് അല്പം ഒന്ന് വഴറ്റിയെടുക്കാം. അല്പം ഒന്ന് വഴണ്ടി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. സവാള ഏകദേശം പകുതി വെന്ത് കഴിഞ്ഞാൽ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം, വെളുത്തുള്ളിയുടെ പച്ചമണം പോകുന്നവരെ. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. നമ്മൾ പൊട്ടറ്റോ ഉപ്പ് ചേർത്താണ് വേവിച്ചത്, അതിനാൽ ഇപ്പോൾ അധികം ഉപ്പ് ചേർക്കേണ്ടതില്ല. തക്കാളിയൊക്കെ നന്നായി വഴണ്ട ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയും ഒരു 1/4 ടീസ്പൂൺ കായവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കിത് മിക്സ് ചെയ്യാവുന്നതാണ്. പൊടികളുടെ പച്ചമണം മാറിയ ശേഷം നമുക്ക് വേവിച്ച് വെച്ച പൊട്ടറ്റോ ഇതിൽ ചേർക്കാവുന്നതാണ്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിതിൽ ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. മസാലയെല്ലാം പൊട്ടറ്റോയിൽ പിടിക്കാനായി നമുക്ക് അല്പം വെള്ളം ഒഴിക്കാം. ഒരു 1/4 ഗ്ലാസ്സിൽ താഴെ മാത്രം മതി. എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഈ മസാലയെല്ലാം പൊട്ടറ്റോയിൽ നന്നായിട്ട് ചേർന്ന് നല്ല വിധത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പൗഡർ ചേർക്കേണ്ടത്. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്താൽ നമ്മൾ അടിപൊളി പൊട്ടറ്റോ റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ പൊട്ടറ്റോ മസാല നമുക്ക് ദോശയുടെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ബെസ്റ്റ് ഒരു സൈഡ് ഡിഷാണ്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഇതേപോലെയുള്ള കുക്കിംഗ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.